നമസ്കാരം. ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ 10ാമത്തെ ദിവസമാണ്. മോട്ടിവേഷൻ ക്ലാസ്സിൻ്റെ 10ാമത്തെ ദിവസമാണ്. സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത് ഈ ഫസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന ഓരോ വ്യക്തികളും ഈ 10 ദിവസത്തെ കോഴ്സ് കൃത്യമായിട്ട് കൊടുക്കാറുണ്ട്. ഇത് കൊടുക്കുന്നത് കൃത്യമായിട്ടും ക്ലാസ്സുകൾ മുടക്കം വരാതെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ക്ലാസ്സിൽ വരാനൊരു ഊർജ്ജത്തിന് വേണ്ടി ഒരു ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യണമെന്നുള്ള മാനസികാവസ്ഥയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ് മുഴുവനായിട്ട് എന്തായാലും എല്ലാവരും ഈ വീഡിയോ മുഴുവനാക്കുക. കൃത്യമായിട്ട് ഒരുപാട് സൊല്യൂഷൻസ് ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ ഈ എക്സസൈസിന് പ്രത്യേകത ഉണ്ട് എന്ന് വെച്ചാൽ ഇത് നമ്മളൊരു ഹാബിറ്റാക്കി മാറ്റേണ്ടതുണ്ട്. മീൻസ് നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്ക് പല്ലേക്കുക അല്ലെങ്കിൽ കുളിക്കുക, അതൊക്കെ നമ്മൾ അറിയാതെ നമ്മൾ ഓട്ടോമാറ്റിക്കായി ചെയ്യുന്നത്. നമ്മൾ എത്ര തിരക്കുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഈ കാര്യങ്ങൾ ഒരിക്കലും മറക്കാറില്ല, കൃത്യമായി ഫോളോ ചെയ്യാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത നമ്മളെ ശരീരം ഒരു പ്രത്യേക രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ പ്രത്യേക ഒരു ഹാബിറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നില്ല, ഒരു ഹാബിറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ശ്രദ്ധിച്ചോ, ഡെയിലി എക്സസൈസ് എന്നുള്ള കൺസെപ്റ്റ് എന്നുള്ള സംവിധാനം നിങ്ങളുടെ ഹാബിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപോലത്തെ അസുഖങ്ങളൊന്നും നിങ്ങൾക്ക് വരില്ല. മാത്രമല്ല എപ്പോഴും എനർജറ്റിക് ആയിട്ട് നല്ല പവർഫുൾ, നടക്കാനും ഓടാനും ചിന്തിക്കാനും ചെയ്യുന്ന ജോലികൾക്ക് എല്ലാം ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ക്ലാസ് കൃത്യമായിട്ട് മുഴുവൻ കേൾക്കാൻ നോക്കാം. അപ്പം ഇന്ന് നമ്മൾ കൂടുതൽ പറയുന്നത് വെച്ചാൽ നമ്മൾ 10 ദിവസം കൺക്ലൂഷനാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഇതിന് വേറെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഒരു ദിവസം മുടക്കി വിചാരിച്ചോ, മുടക്കിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ദിവസമൊന്നും. പക്ഷേ 2 ദിവസം കണ്ടിന്യൂസ്ലി മുടക്കി കഴിഞ്ഞാൽ 3ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പ്രയാസമാണ്. അതുപോലെ തന്നെ ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മുടക്കി കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ എക്സസൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതിൻ്റെ ഒരു ഓർമ്മയിലായിരിക്കും വേണം. അപ്പോൾ എന്ത് ചെയ്യുക, മടുപ്പില്ലാതെ എല്ലാ ദിവസവും അരമണിക്കൂർ എക്സസൈസ് ചെയ്യുക, ആ ചിന്തയിലേക്ക് മാറുക. അപ്പോൾ നമ്മളിതിലുള്ളത് പ്രധാനമായും തടി കൂടുക എന്നുള്ള പ്രശ്നങ്ങളാണ്. ഈ തടി കൂടുക എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പൊതു പ്രശ്നം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിനൊരു ഒറ്റ മാർഗ്ഗങ്ങൾ എന്ത് ചെയ്യുക, തടി കൂടുതൽ ഭക്ഷണം കൺട്രോൾ ചെയ്യുക, വ്യായാമം ചെയ്യുക. ഭക്ഷണം കൺട്രോൾ ചെയ്യുന്ന പട്ടിണി അടക്കുക, അല്ലെങ്കിൽ ഒരു പാകത്തിന് ഭക്ഷണം കഴിക്കുക. എന്താണെങ്കിലും ഈ വലിച്ചു വാരി കഴിക്കുന്ന സ്വഭാവം മാറ്റുക. ചില ആളുകൾ എന്ത് കിട്ടിയാലും വലിച്ചു വാരി അങ്ങനെ കഴിയുക, ഏത് സമയത്ത് കിട്ടിയാലും വലിച്ചു വാരി കഴിക്കുന്ന ആളുകളുണ്ട്. ആ ബിഹേവിയർ മാറ്റുക. 1, 2, 3 തവണ മാത്രം ഒരു ദിവസം ഭക്ഷണം കഴിക്കുക. അതിനൊരു പാകത്തിന് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരിക. പിന്നെ വേണ്ടത് പഞ്ചസാര. നമുക്കറിയാം നമ്മുടെ ഈ പൊണ്ണത്തടീൻ്റെ ഒരു പ്രധാന കാരണക്കാരന് പഞ്ചസാര നിർബന്ധമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി വരുന്ന ആളുകൾ ഒരു 15 ദിവസം കഴിയുന്നതോടുകൂടി നിർബന്ധമായിട്ടും പഞ്ചസാര ലൈഫിൽ നിന്ന് 100% മാറ്റണം. പഞ്ചസാര മാത്രം മാറ്റിയാൽ പോരാ, പഞ്ചസാര, ബേക്കറി വസ്തുക്കൾ, എല്ലാ തരത്തിലുള്ള മധുരങ്ങളും 100% ഒഴിവാക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഈ കല്യാണത്തിനും സൽക്കാരത്തിനൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊരിക്കലും കല്യാണ സൽക്കാരം പോകാതിരിക്കാൻ പറ്റുന്ന നമ്മുടെ സംസ്കാരത്തിലെ ഭാഗമാണ് സംഭവം. അതെന്ത് എപ്പോഴും സമയം ഒരു പാകത്തിന് കഴിക്കുക. ഇപ്പോൾ ചിക്കൻ ബിരിയാണി ഒക്കെ ആണെങ്കിൽ ചിക്കൻ കൂടുതൽ കഴിക്കുക, റൈസ് കുറച്ച് കഴിക്കുക, ആ രീതിയിലേക്ക് മാറുക. പിന്നെ കഴിയുന്ന പച്ചക്കറികളും പഴങ്ങളൊക്കെ നമ്മളെ ഫുഡിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇത് കേൾക്കുന്ന പുരുഷന്മാരുണ്ടാവും. പുരുഷന്മാർ രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് റോഡ് സൈഡിൽ നിന്നും അതുപോലെ തന്നെ ഈ റോഡ് സൈഡിൽ കെട്ടിയുണ്ടാക്കിയൊക്കെ തട്ട് കടയിൽ നിന്നൊക്കെ രാത്രി ഹെവി ഫുഡ് കഴിക്കുന്ന ആളുകളുണ്ട്. അതും അസമയം കഴിക്കുന്ന ആളുകളുണ്ട്. ഈ ഫുഡിൻ്റെ പ്രത്യേകത, ഫുഡ് ഒരു കാരണവശാലും അസമയങ്ങളിൽ ഹെവി ഫുഡ് കഴിക്കാൻ പാടില്ല. മാത്രമല്ല കഴിച്ച ഉടനെ ഒരു കാരണവശാലും ഉറങ്ങാനും പാടില്ല. ഇത്തരം ആളുകൾക്ക് പൊണ്ണത്തടി കൂടാനും അതുപോലെ തന്നെ ഹൃദ്രോഗമായിട്ട് ബന്ധപ്പെട്ട പല അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഇത്രേ ഉള്ളൂ, ഇതൊരു ബാഡ് ഹാബിറ്റാണ്. ഈ രാത്രിയിൽ എന്തെങ്കിലും കറങ്ങി നടക്കുക, രാത്രി വൈകി ഫുഡ് അടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അധികം ദഹിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് കടന്നു. ഇത്തരം ബാഡ് ഹാബിറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തെ വളരെ പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ ഇത്തരം ബാഡ് ഹാബിറ്റ് ഘട്ടമായിട്ടൊന്ന് ഒഴിവാക്കുക. ഇത് നിങ്ങൾ ഒരു മാസത്തിലോ ഒരു വർഷത്തിലോ 1-2 പ്രാവശ്യം ഇതൊന്നും ഒരു അപകടമല്ല. ഇതിന് നമ്മളെ പുത്തൻ തലമുറ ഇതൊരു സ്ഥിരത ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ രാത്രി വെയിലും പോവുക, ആഴ്ചയിൽ 2-3 തവണ ഹെവി ഫുഡ് അടിക്കുക, അത് വല്ല അപകടം പിടിച്ച കാര്യങ്ങളാണ്. പിന്നെ വേണ്ടത്
ഇത് കേൾക്കുന്ന സ്ത്രീകൾ ചെയ്യേണ്ടത് ഈ പ്രസവാനന്തര ഭക്ഷണ രീതി എന്നുള്ള കൺസെപ്റ്റ് മാറ്റേണ്ടതുണ്ട്. പ്രസവിച്ച് കഴിഞ്ഞാൽ റെസ്റ്റാണ് നമുക്ക് വേണ്ടത്. പ്രസവാനന്തര ഭീകരമായിട്ടുള്ള ഭക്ഷണ രീതി മാറ്റുക. അപ്പോൾ എന്താ കഴിക്കേണ്ടത് ചോദിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾ ഗർഭിണിയാകുന്നതിന് മുമ്പ് എന്താണോ കഴിച്ചത് അതേ ഫുഡ് തന്നെ മതി. പക്ഷെ പ്രസവിച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് അത്യാവശ്യം 2-3 മാസം കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കുക. ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്തിന് ഒരു മാസം പ്രസവിച്ച് 1 മാസം കഴിയാൽ തന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങുക. ഒരു നോർമൽ പ്രസവമാണെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ എക്സസൈസ് നിങ്ങൾക്ക് തുടങ്ങാം. സിസേറിയൻ ആണെങ്കിലും 4-5 മാസമായി തുടങ്ങിയാൽ വളരെ നന്നായിരിക്കും. പിന്നെ വേണ്ടത് മടി ഒരു കാരണവശാലും ഈ എക്സസൈസ് കൺസെപ്റ്റ് വരരുത്. മടിയുള്ളവർക്ക് പറഞ്ഞ കാര്യം അല്ല ഇത്. മടി ഒരിക്കലും ഉണ്ടാവരുത്. ഈ ജീവിതത്തിൽ പരാജയപ്പെടുക എന്നുള്ള സംഭവത്തിന് കാരണം തന്നെ മടി എന്ന കൺസെപ്റ്റ്. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കുറേ നാടുകളിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരുണ്ടോ? പരാജയത്തിന് പ്രധാന കാരണം മടിയാണ്. ഈ മടി എന്നുള്ള കാര്യം ജീവിതത്തിന് 100% ഒഴിവാക്കി നമ്മൾ എല്ലാ കാര്യവും പോസിറ്റീവായി ചെയ്യുന്ന രീതിയിലേക്ക് മാറുക. പിന്നെ വേണ്ടത് നമ്മളെ നെഗറ്റീവ് മൈൻഡ് സെറ്റ്. എന്നെക്കൊണ്ട് കഴിയില്ല, അതിങ്ങനെ ചിന്തിക്കുക. അത് എന്നെക്കൊണ്ട് കഴിയും. എനിക്ക് എന്തായാലും ഒരു 5-6 മാസത്തിനുള്ളിൽ 10-15 കിലോ വെയിറ്റ് കുറക്കാൻ പറ്റും. എനിക്ക് മെലിയാൻ പറ്റും. എനിക്കെന്തായാലും ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള വേഷം ധരിച്ച് കല്യാണത്തിനോ സൽക്കാരത്തിനോ പങ്കെടുക്കണം. ഐ ക്യാൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് നിങ്ങൾ മാറേണ്ടത് ഉണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് നമ്മുടെ ബാങ്ക് ബാലൻസോ നമ്മളെ മക്കളോ നമ്മുടെ സ്വത്തുകളോ എസ്റ്റേറ്റുകളോ ബംഗ്ലാവുകളോ ഒന്നുമല്ല. നിങ്ങളെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് നിങ്ങളെ ആരോഗ്യമാണ്. ആ കൺസെപ്റ്റ് മറന്നു പോകരുത്. ജീവിതമാണ്, ഓരോരുത്തർക്കും ഓരോ തിരക്കിലിങ്ങനെ പോകും. പക്ഷേ നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ജീവിതം ത്യജിക്കണം. പക്ഷേ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷേ ആരോഗ്യത്തെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ദിവസം 1/2 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടതുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ എക്സിസ്റ്റൻസി, അത് എക്സസൈസിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. എക്സിസ്റ്റൻസി, സ്ഥിരത. കൂടുതൽ ചെയ്യേണ്ട. എല്ലാ ദിവസവും ഒരു ആഴ്ചയിൽ 4-5 ദിവസം ചെയ്യുക. 1/2 മണിക്കൂർ വെച്ച് ചെയ്യുക. കോച്ച് എന്താണോ പറയുന്നത് ആ രീതിയിൽ ചെയ്യുക. കോച്ച് എന്താണോ ഫുഡ് പറയുന്നത് ആ രീതിയിൽ ഭക്ഷണം കഴിക്കുക. കൂടുതലൊന്നും ചിന്തിക്കരുത്. ഘട്ടം ഘട്ടമായി കൺസിസ്റ്റൻ്റ് നിങ്ങൾ വ്യായാമം ചെയ്യുന്നതോടുകൂടി നിങ്ങളിലേക്ക് റിസൾട്ട് നിങ്ങളിലേക്ക് വന്നുകൊള്ളും. പിന്നെ എക്സസൈസിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒന്നും ഭക്ഷണം കണ്ടുള്ള ഞാൻ പറഞ്ഞു. ഈ ഭക്ഷണത്തിന് ഒന്നുകൂടി പറഞ്ഞുതരാം. ഭക്ഷണം രാവിലെ വളരെ പാകത്തിന് ഏറ്റവും ബെറ്റർ രാവിലെ 2 മുട്ട കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് പൊരിച്ച് കഴിക്കുക. എന്നിട്ട് 2-3 ഗ്ലാസ് ചായയിലേക്ക് ഒരു പീസ് ബട്ടറോ അല്ലെങ്കിൽ 1-2 സ്പൂൺ നെയ്യോട്ട് രാവിലെ കഴിക്കാം. അല്ലെങ്കിൽ വളരെ പാകത്തിന് ഫുഡ് കഴിക്കാം രാവിലെ. ഉച്ചക്ക് 1-2 കയ്യിൽ ചോറ് ഒരു കാരണവശാലും ഫുൾ ഒഴിവാക്കാൻ പാടില്ല. 1-2 കയ്യിൽ ചോറ്. പിന്നെ പഴങ്ങളോ പച്ചക്കറികളോ എന്തോ നിങ്ങൾക്ക് വയറ് നിറയെ കഴിച്ചാൽ നോ പ്രോബ്ലം. ചോറ് അധികമാവരുത്. പിന്നെ രാത്രിയിലെ ഫുഡ് നിർബന്ധമായിട്ടും ഒരു കട്ടിയുള്ള ജ്യൂസിലേക്ക് മാറ്റുക. അത് ജ്യൂസ് മാങ്ങയാവാം, പിന്നെ എന്ത് ചെയ്യുക, എന്താ പറയുക, ക്യാരറ്റ് അതെന്തൊരു ജ്യൂസ് ആവാം. അല്ലെങ്കിൽ വെജിറ്റബിൾ കട്ട് ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുക. ഒരു കാരണവശാലും അരി ഭക്ഷണം രാത്രി കഴിക്കുക. ഇതാണ് നമ്മുടെ സാധാരണ നമ്മുടെ ഫുഡ് രീതികൾ ഉള്ളത്. ഈ ഫുഡ് നല്ല രീതിയിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഒന്ന് ഭക്ഷണം കഴിക്കുക. നമ്മൾ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് ഭക്ഷണം കൺട്രോൾ ചെയ്യുക. 2 വ്യായാമം നമ്മളപ്പം പറഞ്ഞു. 3ാമത് വെള്ളം കുടിക്കുക. ഒരു ദിവസം 3 ലിറ്ററെങ്കിലും വെള്ളം ബോധപൂർവ്വം കുടിക്കുക. മഴക്കാലാണെങ്കിലും തണുപ്പ് കാലമാണെങ്കിലും ഏത് കാലത്തും വെള്ളം കുടിക്കുക. കാരണം നമ്മൾ എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ വെള്ളം ചെല്ലുന്നു അത്രത്തോളം നിങ്ങളെ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഫാറ്റ് ബേൺ പ്രോസസ്സ് നടക്കും. മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ ടോട്ടൽ മെറ്റബോളിസം പ്രവർത്തനത്തിന് വെള്ളം കൂടുതലായിട്ട് ആവശ്യമുണ്ട്. 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്, ടെൻഷൻ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം കഴിയുന്നത് കുറക്കുക. ജീവിതമാണ്, പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവാം, പല പ്രശ്നങ്ങളും വരാം. എന്നിരുന്നാലും കൂടുതൽ സ്ട്രെസ്, ടെൻഷൻ അനുഭവപ്പെടുന്ന ഡോക്ടറെ കാണാൻ മടിക്കരുത്. ചെറിയ ടെൻഷനും ഇതൊക്കെയാണെങ്കിൽ അത് സ്വയം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഇഷ്ടമുള്ളൊരു ഹോബി ഒരു ദിവസം 1/2 മണിക്കൂറും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുക. പിന്നെ 5ാമത്തെ ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. മനുഷ്യനെ സംബന്ധിച്ച് വളരെ നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കം. ഒരു ദിവസം 7 മണിക്കൂറെങ്കിലും നല്ല രീതിയിലേക്ക് നിങ്ങൾ ഉറങ്ങിയിരിക്കേണ്ടത് ഉണ്ട്. ഉറക്കം ഒരു കാരണവശാലും ഷോർട്ട് വരുത്തത്. രാത്രി എങ്ങനെ പോലെ ഒരു 10-11 മണിക്കുള്ളിൽ ഉറങ്ങുന്ന രീതിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഒരു ദിവസം 7 മണിക്കൂർ കൺസിസ്റ്റൻ്റായിട്ട് ഉറങ്ങുന്ന രീതിയിലേക്ക് മാറാം. പിന്നെ വേണ്ടത് പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം, നമ്മൾ വെയിറ്റ് ലോസിൻ്റെ ലക്ഷ്യം. എല്ലാ മാസവും 1-2 തവണ നിങ്ങൾ വെയിറ്റ് നോക്കേണ്ടതുണ്ട്. വീട്ടിലൊരു വെയിറ്റ് മെഷീൻ വാങ്ങുക.
എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലത്ത് വെയിങ് മെഷീൻ വെച്ചിട്ട് എന്ത് വെയിറ്റ് നോക്കേണ്ടതുണ്ട്. എന്നിട്ട് ഓരോ മാസവും അത് ഒരു പുസ്തകത്തിൽ എഴുതി വെക്കണം. മൊബൈലിൽ എഴുതല്ല, അല്ലെങ്കിൽ മനസ്സിൽ വെക്കില്ല, പുസ്തകത്തിൽ എഴുതി വെക്കണം. അപ്പോൾ ജനുവരി 1-ാം തീയതി, ജനുവരി 15-ാം തീയതി ചെക്ക് ചെയ്തു, പിന്നെ ഫെബ്രുവരി 1-ാം തീയതി, ഫെബ്രുവരി 15-ാം തീയതി, പിന്നെ മാർച്ച് 1, അങ്ങനെ എഴുതി വെക്കുമ്പോൾ 2-3 മാസം കൃത്യമായിട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അതൊരു ഗെയിമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാവരും ഫോളോ ചെയ്യണം. ഇതൊരു ഗെയിമാണ്. അപ്പം ഏതെങ്കിലും മാസം വെയിറ്റ് കൂടുന്നുണ്ടോ അങ്ങനെ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. വെയിറ്റ് എങ്ങാനും കൂടി തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ മാസം ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യുക, വ്യായാമം കൂട്ടുക. അത് നിങ്ങൾ തന്നെ ചെയ്യണം. കാരണം വേറെ ലോകത്തിലെ ഒരാൾക്ക് ഇത് മാനേജ് ചെയ്യാൻ കഴിയില്ല. ഓരോ പുസ്തകത്തിൽ എഴുതി വെക്കുക, എന്ത് ചെയ്യുക, എന്നിട്ട് ഏതൊരു മാസം വെയിറ്റ് കൂടുന്നുണ്ടോ ആ മാസം ഫുഡൊന്ന് കൺട്രോൾ ചെയ്യുക, വ്യായാമം ചെയ്യുക എന്ന രീതിയിലേക്ക് മാറുക. പിന്നെ എപ്പോഴും ഞാൻ പറയാറ് പോലെ തന്നെ നമുക്ക് സ്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുക, നമ്മളെ കളറിന് സൂട്ടായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുക, നമ്മളെ ഷേപ്പിനും നമ്മളെ രൂപത്തിനും സൂട്ടായിട്ടുള്ള നല്ല ഡ്രസ്സുകൾ മാത്രം ധരിക്കുക. പിന്നെ നമ്മളെ കൺസെപ്റ്റ്, നമ്മുടെ കമ്മ്യൂണിറ്റി ഏറ്റവും വലിയ കൺസെപ്റ്റ് എന്നുള്ളത് നമ്മളെപ്പോഴും യങ് മൈൻഡ് സെറ്റിൽ ജീവിക്കുക, ചെറുപ്പക്കാരായിട്ട് ജീവിക്കുക. എത്ര വയസ്സ് തോന്നിയിട്ടുണ്ടെങ്കിലും മനസ്സിനെ ഒരു കാരണവശാലും പ്രായമാകാൻ അനുവദിക്കരുത്. യങ് മൈൻഡ് സെറ്റിൽ ചിന്തിക്കുക, യങ് മൈൻഡ് സെറ്റിൽ ജീവിക്കുക, ചെറുപ്പക്കാരൻ്റെ പോലെ ജീവിക്കുക, ചെറുപ്പക്കാരിയെ പോലെ ജീവിക്കുക, ചെറുപ്പക്കാരെ ഡ്രസ്സുകൾ ഇടുക, ചെറുപ്പക്കാരെ മേക്കപ്പ് ഇടുക. ആ മാനസികവശം ജീവിച്ചാൽ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ വളരെ യങ്ങായി തോന്നാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, വളരെ പ്രധാനപ്പെട്ട ഈ എക്സസൈസിൻ്റെ ഒരു ഗെയിം എന്നുള്ളത്, ഒരു കാരണവശാലും ഇത് നിർത്തരുത്. ഒരു ദിവസം നിർത്തിയാൽ കുഴപ്പമില്ല, 1-2 ദിവസം നിർത്തി കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ ഇതൊരു ഹാബിറ്റാക്കി മാറും. ഒരു കാരണവശാലും ബോധപൂർവം നിങ്ങളൊരു 1-2 മാസം കൺസിസ്റ്റൻ്റ് ചെയ്ത് കഴിഞ്ഞ് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല. പിന്നെ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു അസ്വസ്ഥയായിരിക്കും. അങ്ങനെ വരും കേട്ടോ. കുറച്ച് കഴിഞ്ഞ് 1-2 മാസം സ്ഥിരമായി ചെയ്ത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ എക്സസൈസ് ചെയ്തില്ലല്ലോ, എന്തൊരു സുഖക്കമ്മി തോന്നും. അപ്പോൾ എന്ത് ചെയ്യുക? എക്സസൈസ് ചെയ്യുക, ആ രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഉപയോഗപ്പെടുത്തുക. കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് റെക്കോർഡ് ക്ലാസ്, ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് റെക്കോർഡ് ക്ലാസ് ഇതെല്ലാം കേൾക്കുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കുണ്ട്, രാത്രി 8 മണിക്കുണ്ട്. ഇത് എല്ലാ ദിവസവും ക്ലാസ്സിൽ കഴിയുന്നത്ര പങ്കെടുക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലോകോത്തര സമയം, അതായത് ഇപ്പോൾ ഇന്ത്യയിൽ രാവിലെ 7 മണിക്ക് ഞാൻ ഇവിടെ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ അവിടുത്തെ 7 മണിക്ക് വർക്ക് ചെയ്യും, അമേരിക്കയിൽ അവിടുത്തെ രാവിലെ 7 മണിക്ക് വർക്ക് ചെയ്യും. അപ്പോൾ ഇൻ്റർനാഷണൽ ടൈം സോൺ അനുസരിച്ച് ഓരോ നാടിനനുസരിച്ച് ക്ലാസ്സുകൾ പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച ആപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക, ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ആരോഗ്യമുണ്ടോ, നിങ്ങൾക്ക് എത്രത്തോളം സൗന്ദര്യമുണ്ടോ, നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സൗന്ദര്യവും നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വസ്തു എന്നാലും മറന്ന് പോകരുത്. നിങ്ങൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക, നിങ്ങൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക, നിങ്ങളെ വേണ്ടപ്പെട്ടവരെയും നിങ്ങളെ മക്കളെയും പോലെ ഇത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.